കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അമ്പാടിക്കണ്ണൻ്റെ പീരിടൽ ചടങ്ങ് നടത്താൻ പോവുകയാണ്. എല്ലാവരും ഭക്തിയോടുകൂടി ക്ഷമയോടുകൂടി മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് ഭഗവാന്റെ പീരിടൽ ചടങ്ങിൽ പങ്കെടുക്കണം. ഹരേ കൃഷ്ണ. അങ്ങനെ അമ്പാടി പൈതൽ ഇങ്ങനെ വളരുകയാണ് അമ്പാടിയിൽ. ആ സമയത്ത് വസുദേവർ യദുകുലത്തിൻ്റെ ആചാര്യനായ ഗർഗമുനിയെ കാണാനായിട്ട് പോവുകയാണ്. എന്നിട്ട് ഗർഗമുനിയെ ചെന്നു കണ്ടിട്ട് തൻ്റെ പുത്രന്മാരുടെ ജാതകർമ്മം നടത്തണം എന്ന് ആവശ്യപ്പെടുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ രഹസ്യമായി അമ്പാടിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. കാരണം കംസൻ അറിയരുത്. അങ്ങനെ ഗർഗമുനി നന്ദഗോപൻ്റെ ഗൃഹത്തിലെത്തിച്ചേരുന്നു. രോഹിണിയുടെ പുത്രനായി അവിടെ വളരുന്നത് വസുദേവരുടെ പുത്രനാണ്. ആ പുത്രൻ്റെ നാമകരണം നടത്താനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് നന്ദഗോപരെ ഗർഗമുനി അറിയിക്കുന്നു. അങ്ങനെ മഹർഷിയെ ഭദ്രപീഠത്തിലിരുത്തി പൂജകളൊക്കെ നടത്തി കാലൊക്കെ കഴുകി വേണ്ടവണ്ണം ആദരിച്ചതിനു ശേഷം നന്ദഗോപര് പറയുകയാണ്, പുണ്യാത്മാവേ, അങ്ങയുടെ പാദസ്പർശനത്താൽ ഞങ്ങളുടെ ഗൃഹം ധന്യമായിരിക്കുന്നു. ഞങ്ങൾക്ക് വലിയ കഷ്ടതകൾ നിറഞ്ഞ ഒരു ചീത്ത കാലമാണ് ഇപ്പോൾ. കൊച്ചു ഉണ്ണിക്കിടാവിന് അടിക്കടി അപായങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വസുദേവരുടെ പുത്രനെ കൂടാതെ ഒരുണ്ണി ഈ വയസ്സുകാലത്ത് എനിക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങ് ദിവ്യനായ ഒരു മഹർഷി ആണല്ലോ. പുറമേ ശ്രേഷ്ഠനായ ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ കൂടിയാണല്ലോ. വസുദേവരുടെ കുട്ടിക്ക് നാമകരണം ചെയ്യുന്ന കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞിനും കൂടി അങ്ങ് നാമകരണം ചെയ്യണം. ഇങ്ങനെ നന്ദഗോപര് യദുകുലത്തിൻ്റെ ആചാര്യനായ ഗർഗമുനിയോട് പറയുന്നു. അപ്പോൾ ഗർഗമുനി പറയുകയാണ്, 2 കുഞ്ഞുങ്ങൾക്കും നാമകരണം ചെയ്യണമെന്നുള്ള നിർദ്ദേശത്തോടു കൂടിയാണ് വസുദേവർ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ നന്ദഗോപര് വീണ്ടും പറയുകയാണ്, വസുദേവൻ എൻ്റെ ബന്ധുവാണ്. എൻ്റെ കുഞ്ഞു വേറെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞു വേറെ എന്നുള്ള വ്യത്യാസമൊന്നും അദ്ദേഹത്തിനില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മഹാത്മാവായ അവിടുത്തെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് എന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്ന് പറയുന്നു. ഉടൻ തന്നെ ആചാര്യൻ വീണ്ടും പറയുകയാണ്, അല്ലയോ നന്ദഗോപരെ, അങ്ങയുടെ കുട്ടി വസുദേവാത്മജനാണോ എന്നൊരു സംശയം, അതായത് വസുദേവൻ്റെ പുത്രനാണോ ഇപ്പോൾ അങ്ങയുടെ കുട്ടിയായി ഇവിടെ വളരുന്നത് എന്ന ഒരു സംശയം കംസൻ്റെ ഉള്ളിലുണ്ട്. ദേവകി പ്രസവിക്കുന്ന 8ാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്നായിരുന്നല്ലോ അശരീരി. എന്നാൽ 8ാമതായി ദേവകി പെറ്റത് ഒരു പെൺകുഞ്ഞിനെയാണ്. ദേവന്മാരുടെ വാക്യം തെറ്റാൻ ഇടയില്ല എന്നൊരു തോന്നൽ കംസനുണ്ട്. അതുകൊണ്ട് ദേവകി പ്രസവിച്ച പുരുഷപ്രജയെ സൂത്രത്തിൽ അങ്ങയുടെ പുത്രനാക്കി ഇങ്ങോട്ട് മാറ്റിയതാണോ എന്നുള്ള സംശയം ഇപ്പോഴും കംസനുണ്ട്. പോരെങ്കിൽ ശിശുവിനെ വധിക്കുന്നതിന് വേണ്ടി അവൻ അയച്ച അസുരന്മാരെ എല്ലാവരെയും ഇവിടെ വെച്ച് ഈ കുഞ്ഞിൻ്റെ കയ്യാൽ മരിക്കപ്പെട്ടു എന്നുള്ള വിവരം ഇതിനകം തന്നെ അവിടെ കംസൻ അറിഞ്ഞിരിക്കുന്നു. ഞാനിവിടെ വന്നിരിക്കുന്നത് വസുദേവരുടെ ആവശ്യപ്രകാരമാണ് എന്ന് കംസൻ അറിഞ്ഞാൽ അവൻ്റെ സംശയം കുറച്ചുകൂടി ബലപ്പെടും. അതുകൊണ്ടാണ് രഹസ്യമായി ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 കുഞ്ഞുങ്ങൾക്കും ഞാൻ ജാതകർമ്മം ചെയ്യും. അതിനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇതെൻ്റെ മുൻജന്മ ഭാഗ്യമാണ് എന്ന് ഗർഗാചാര്യൻ
നന്ദഗോപരോട് പറയുന്നു. ഹരേ കൃഷ്ണ. ഇനി ഉണ്ണികൃഷ്ണൻ്റെയും ബലരാമൻ്റെയും പേരിടൽ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. എല്ലാവരും കണ്ണടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു കൊള്ളുക. അതിനുശേഷം ഭഗവാന്റെ ചടങ്ങിൽ ഒരു പശുക്കിടാവിൻ്റെ രൂപത്തിലെങ്കിലും നിങ്ങൾക്കവിടെ ഉണ്ടാകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു ചിത്രങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഹരേ കൃഷ്ണ. അതിനുശേഷം വിധിപ്രകാരമുള്ള എല്ലാ ചടങ്ങുകളോടും കൂടി ഒരു ഭദ്രദീപത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ഗർഗാചാര്യൻ രോഹിണീപുത്രനാണ് പേരിടൽ ചടങ്ങ് നടത്തിയത്. രോഹിണീപുത്രന് ഗർഗാചാര്യൻ രാമൻ എന്നാണ് പേര് വിളിച്ചത്. അഭിരാമസ്വരൂപനായ ഒരു മഹാപുരുഷനായി തീരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രാമൻ എന്ന് ഗർഗമുനി ആ കൊച്ചു കുഞ്ഞിന് പേരു നൽകിയത്. പിന്നീട് ധാരാളം പേരുകൾ കൂടി ഗർഗമുനി ആ കുഞ്ഞിനെ വിളിക്കുന്നുണ്ട്. കാരണം സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള ധാരാളം പേരുകൾ രാമൻ ഉണ്ടാകും എന്ന് കണ്ടിട്ടാണ് അങ്ങനെയൊക്കെ വിളിച്ചത്. സംഘർഷണൻ എന്നും ബലഭദ്രൻ എന്നും ഒക്കെ തന്നെ കൊച്ചു കുഞ്ഞിൻ്റെ കാതിൽ ഗർഗമുനി മന്ത്രിക്കുന്നു. എല്ലാവർക്കും വലിയ സന്തോഷമായി. അങ്ങനെ പേരിടൽ ചടങ്ങൊക്കെ നിർവഹിച്ചതിനു ശേഷം ഗർഗമുനി കൊച്ചുരാമനെ രോഹിണിയുടെ കൈകളിലേക്ക് കൊടുക്കുന്നു. പിന്നീട് ഗർഗാചാര്യൻ്റെ മുമ്പിൽ തൻ്റെ ഉണ്ണിയെയും കരത്തിലെടുത്തുകൊണ്ട് യശോദാറാണി വന്നു നിൽക്കുന്നു. കുഞ്ഞിനെ കയ്യിൽ വാങ്ങി ദീപം കാണിച്ച് തൻ്റെ മടിയിൽ കിടത്തിക്കൊണ്ട് അതിനെ ആകമാനം അടിമുതൽ മുടി വരെ ആചാര്യനൊന്ന് നോക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരമാകെ കോൾമയിർ കൊള്ളുകയാണ്. കണ്ണുകളിൽ ഭക്തി കൊണ്ടുള്ള അശ്രുക്കൾ നിറയുകയാണ്. ലോകരക്ഷകനെ മടിയിൽ കിടത്തുവാനുള്ള ഭാഗ്യം തനിക്കുണ്ടായല്ലോ എന്നോർത്ത് ആ ഭക്തൻ കരയുകയാണ്. ആ ഭക്തൻ കുഞ്ഞിൻ്റെ മുഖത്തൊന്ന് കുനിഞ്ഞ് ഉമ്മ വെക്കുന്നു. അതിനുശേഷം നന്ദഗോപരോട് പറയുകയാണ്, ശ്രേഷ്ഠമായ ഒരു പുണ്യമുഹൂർത്തത്തിൽ ജനിച്ച ഈ കുഞ്ഞിന് അലയോ നന്ദഗോപരെ എന്തു പേരാണ് നൽകേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. കായാമ്പൂ നിറം കവർന്ന പൂമൃദുമേനി, നീലക്കാർ വർണ്ണം ആയതിനാൽ ഈ ശിശുവിന് കൃഷ്ണൻ എന്ന പേരാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇവൻ ഒരിക്കലും ദുഃഖമനുഭവിക്കാത്ത സദാനന്ദ രൂപനാകയാൽ കൃഷ്ണൻ എന്ന നാമത്തിന് അർഹനാണ്. സർവവർണ്ണങ്ങളും ശ്യാമളവർണ്ണത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതിനാൽ ശ്യാമള കോമളനായ ഇവന് കൃഷ്ണൻ എന്ന പേര് ഏറ്റവും ഉത്തമമാണ്. അതിനാൽ കൃഷ്ണൻ എന്ന പുണ്യാഭിധാനം ഈ ശിശുവിന് ഞാൻ നൽകുന്നു. വസുദേവൻ തൻ്റെ പുത്രഭാവത്തിൽ ഇവനെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് വസുദേവൻ എന്ന പേരും ഇവന് സിദ്ധിക്കും. കാരണം ഈ പുത്രനും വസുദേവൻ്റെ പുത്രൻ തന്നെയാണ് എന്നാണ് വസുദേവൻ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ആയിരം നാമധേയങ്ങളാൽ ഈ ബാലൻ ഭാവിയിൽ കീർത്തിക്കപ്പെടും. ആകർഷണീയമായ കണ്ണുകളോട് കൂടിയ ഇവന് കണ്ണൻ എന്ന ഓമനപ്പേരും ഞാൻ നൽകുന്നു. ഇങ്ങനെ ഗർഗാചാര്യൻ പറയുകയാണ്. ഇങ്ങനെ അരുളി ചെയ്തതിനു ശേഷം എല്ലാ വിധത്തിലുള്ള ആശീർവാദങ്ങളും പൈതലിന് നൽകുന്നു. അതിനുശേഷം ലാളിച്ചു മതിവരാത്ത ഗർഗാചാര്യൻ, കുഞ്ഞിനെ ലാളിച്ചു മതിവരാത്ത ഗർഗാചാര്യൻ വീണ്ടും കണ്ണനെ ചുംബിക്കുന്നു. അതിനുശേഷം ആ മുനീശ്വരൻ മാതാവിൻ്റെ കൈകളിലേക്ക് തന്നെ ഉണ്ണികൃഷ്ണനെ കൊടുക്കുന്നു. രാമനെ വീണ്ടും വാങ്ങുന്നു ഗർഗാചാര്യൻ. എന്നിട്ട് വീണ്ടും രാമനെ അനുഗ്രഹിക്കുന്നു. അതിനുശേഷം രോഹിണിയുടെ കൈകളിലേക്ക് വീണ്ടും കൊടുക്കുന്നു.
സന്തോഷാനന്ദ പുളകിതനായി തീർന്ന നന്ദഗോപൻ മഹർഷിക്ക് സ്വർണം ദക്ഷിണയായി നൽകുന്നു. അതിനുശേഷം ഗർഗാചാര്യൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. രോഹിണിയും യശോദയും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നല്ലതിനു വേണ്ടി, അഭ്യുദയത്തിനു വേണ്ടി ആചാര്യവര്യന് വിലയേറിയ പല ദാനങ്ങളും അവരും പ്രത്യേകമായി നൽകുകയും ആചാര്യൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ദേവകീപുത്രനെ സദാ മനസ്സിൽ കണ്ടുകൊണ്ട് ദേവാചാര്യ തുല്യനായ ഗർഗമുനി അവിടെ നിന്നും തിരിച്ചു പോകുന്നു. ത്രേതായുഗത്തിൽ ആദിശേഷനായ അനന്തൻ ഭഗവാന്റെ, അതായത് ശ്രീരാമചന്ദ്രൻ്റെ അനുജഭാവത്തിൽ ലക്ഷ്മണനായി ജനിച്ചിരുന്നു. ജ്യേഷ്ഠനു വേണ്ടി ലക്ഷ്മണൻ വളരെയധികം ക്ലേശങ്ങളും ത്യാഗങ്ങളും അനുഷ്ഠിച്ചു. ത്രേതായുഗത്തിൽ രാമനോട് ക്രമാതീതമായ ഭക്തിയും ബഹുമാനവും ലക്ഷ്മണൻ ആ സമയത്ത് പ്രകടിപ്പിച്ചിരുന്നു. അതിനൊരു പരിഹാരം ചെയ്യണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ദ്വാപരയുഗത്തിൽ ആദിശേഷൻ ഭഗവാന്റെ ജ്യേഷ്ഠനായി അവതരിച്ച് അന്ന് പ്രിയങ്കരനായിരുന്ന രാമൻ എന്ന നാമത്തിന് ഇവിടെ അർഹനായി തീർന്നത്. അതു കാരണം കൊണ്ടാണ് രോഹിണീപുത്രന് രാമൻ എന്ന് പേരിടണം എന്ന് ഗർഗാചാര്യൻ നിശ്ചയിച്ചത്. ഹരേ കൃഷ്ണ, നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇവിടെ ബലഭദ്രന് രാമൻ എന്ന് ഗർഗാചാര്യൻ പേരു നൽകിയത് എന്ന് മനസ്സിലായോ? ഇതാണ് അതിൻ്റെ കാര്യം. അങ്ങനെ വളരെ രഹസ്യമായി കുഞ്ഞുങ്ങളുടെ പേരിടൽ ചടങ്ങ് നടന്നു. അതിനുശേഷം സന്തോഷത്തോടുകൂടി എപ്പോഴും ആ കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് ഭക്തിയോടുകൂടി ഗർഗാചാര്യൻ തിരിച്ച് മധുരയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ദേവകിയോടും വസുദേവരോടും എല്ലാ കാര്യങ്ങളും പറയുകയും കുട്ടികളുടെ വിവരങ്ങളും അവരുടെ സന്തോഷങ്ങളും കളിച്ചിരികളെ പറ്റിയുമൊക്കെ വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതോടുകൂടി വസുദേവർക്കും ദേവകിക്കും അല്പം ആശ്വാസമുണ്ടാകുന്നു. അവരും ധാരാളം സമ്മാനങ്ങൾ ഗർഗാചാര്യന് ദക്ഷിണയായി നൽകുകയും ചെയ്തു. ഹരേ കൃഷ്ണ, ഇതാണ് ഭഗവാന്റെ പേരിടൽ ചടങ്ങ്. ഇന്നത്തെ ചോദ്യം: ഭഗവാന് പേരു നൽകിയത് കൃഷ്ണനും ബലരാമനും പേര് നൽകിയ ആചാര്യൻ, പേരിടൽ ചടങ്ങ് നിർവഹിച്ച ആചാര്യൻ്റെ പേരെന്താണ്? അതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളെല്ലാവരും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇന്ന് പ്രത്യേകമായി ഞാനൊരു കാര്യം പറയുന്നു. ഈ കഥ നിങ്ങൾ ഒരു തവണ കേട്ടാൽ പോരാ, 2-3 തവണയെങ്കിലും ഒന്ന് കേൾക്കണം. അങ്ങനെ കേട്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ ആ നാമകരണ ചടങ്ങ് നിങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ കൊണ്ടുവരണം. നിങ്ങളവിടെ ഒരു പശുക്കുട്ടിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ഗോപസ്ത്രീയുടെ രൂപത്തിലോ അല്ലെങ്കിൽ യശോദയായിട്ടോ രോഹിണിയായിട്ടോ ഒക്കെ ഉണ്ടായിരുന്നതായി നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ഉണ്ണിക്കണ്ണൻ എപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു നിൽക്കണം. എത്ര പേർക്ക് അതിന് സാധിക്കുന്നുണ്ട് എന്ന് കമൻ്റ് ഇടണം. 2-3 തവണ ആവർത്തിച്ച് കേട്ടുകഴിഞ്ഞാൽ ആ ചടങ്ങുകളെല്ലാം ഒരു ചിത്രം പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് ആ ഭാഗങ്ങളെല്ലാം നിങ്ങൾ കണ്ടുകൊള്ളുക. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് ഗർഗാചാര്യൻ രോഹിണീപുത്രന് രാമൻ എന്ന് പേര് നൽകിയത് എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. എത്ര പേർക്ക് അതിന് സാധിച്ചു എന്നുള്ളത് കമൻ്റ് ഇടണം. 2-3 തവണ ആവർത്തിച്ച് കേട്ടുകൊള്ളുക. നാളെ എല്ലാവരും മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൊച്ചു കുസൃതികൾ അത് നമുക്ക് കേൾക്കാം. അങ്ങനെ ഈ വൈശാഖ മാസം ഒരു പുണ്യമാസമാക്കി നമുക്ക് തീർക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ കഥാഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.